യു പിയിൽ പ്രണയിക്കുന്നവരെ കായികമായി നേരിടുന്ന ആൻറ്റി റൂമി സ്ക്വാഡുകൾ കൂടുതൽ പ്രവർത്തന സജീവമാക്കുമെന്ന് യോഗി ആദിത്യനാഥ്. ഞാൻ ഓർത്ത് ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പം ഇയാൾക്ക് വല്ല ഭ്രാന്തം പിടിച്ചാണെന്ന്. പ്രണയിക്കുന്നവരെ കാണുമ്പോൾ സാധാരണ ഒരു പോലീസ് കളിക്കുന്ന അടിക്കുമെന്ന് ഓർത്തെ. എന്നാൽ സത്യം അതല്ല. അത് യു പിയിൽ മത്സരിച്ചുകൊണ്ടിരുന്ന പ്രധാനമായിട്ട് കോളേജ് പോകുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി രൂപീകരിച്ചാണ് ആൻറ്റി റോമിയോ സ്ക്വാഡുകൾ. അതായത് അവർ കോളേജിൻ്റെ പരിസരത്തൊക്കെ അവർ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെ അതിൽക്കൂടെ വരുന്നവരെല്ലാവരും പൂവാലന്മാരും അല്ല കൈയിട്ടിട്ട് വായി നോക്കിയിരിക്കുന്ന അവരാണെങ്കിൽ പിടിച്ച് തൂക്കിയെടുത്ത് അകത്തേക്ക് ഇടും. ഇനി അതൊരു പിന്നീട് ആ ഒരു പ്രധാന വിവാദം വന്നതെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ കയറി ഇടപെട്ടു. അവർ സാധാരണ ഒരു പോലീസ് പോലെ പെരുമാറുന്നത്. എന്നാൽ സത്യവും അതല്ല. ഇവരെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ രക്ഷിതാക്കളുടെ കൂടെയാണ് പറഞ്ഞു വിടുന്നത്. രക്ഷിതാക്കളെ വിളിച്ചിട്ട് അവരോടൊപ്പം ആ പെൺകുട്ടിയോ ആ ആൺകുട്ടിയോ അങ്ങോട്ട് വേറെ മാറ്റി വിടുന്നുള്ളൂ. അല്ലാതെ പ്രണയിക്കുന്നവരെ അത്ര എതിർക്കാൻ രീതിയായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ ഇന്നത്തെ കാലത്ത് ഒരു വിധത്തിൽ ബി ജെ പി ചെയ്തൊരു നല്ല കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യങ്ങളിലൊന്നും വേണമെങ്കിൽ പറയാതെ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലും കോളേജിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ ഏത് വഴിക്കൊക്കെ നടക്കുന്നുണ്ട്, അവൻ്റെ കൂടെ കറങ്ങി നടക്കുകയാണോ ഇതൊക്കെയാണോ ഓരോ പെൺമക്കളുള്ള മാതാക്കൾക്ക് നെഞ്ചിടിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കിടന്ന് അച്ഛന്മാരുടെ ഒരു ആശങ്കയൊക്കെ ആയിരിക്കും. കോളേജിൽ മോളൊക്കെ അങ്ങനെ സുരക്ഷിതയാണോ, പുറത്തവളെങ്ങനെയാണ് പോകുന്നത്, സുരക്ഷിതയൊക്കെയാണോ എന്ന്. പക്ഷേ അവിടെയാണെങ്കിൽ യു പി വ്യത്യസ്തമാണ്. അവിടെയാണെങ്കിലും പെൺകുട്ടികൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിൻ്റെ പുറത്തായി ഇതുപോലെ പൂവാല ശല്യങ്ങളോ ഞരമ്പ് ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലും ഇതൊരു 10 നടപ്പിലാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും.